ആരൊക്കെ എന്തൊക്കെ വന്നാലും നമ്മളുടെ പേരൻസ് ഇല്ലാതിരിക്കുമ്പോൾ നല്ല വിഷമം. പക്ഷെ അയാൾക്കൊരു കൂസലില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട്. ഈ വീട്ടിലേക്ക് പിന്നെ പോയിട്ടില്ലല്ലോ, മടങ്ങി പോവോ വീട്ടിലേക്ക്? ഇല്ല, മടങ്ങി പോവാൻ ഇതില്ല. ഞാൻ അവിടെ ആരും ഇല്ലല്ലോ. പോയപ്പോഴൊക്കെ അച്ഛനുണ്ടായിരുന്നു, ഇപ്പൊ അച്ഛനില്ല. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. സൈക്കോളജി സൈക്യാട്രി റിപ്പോർട്ടുകൾ ശരിവച്ചാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. 20 ലക്ഷം രൂപ പിഴയും ചെന്താമര ഒടുക്കണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്രൈമാണ് നെന്മാറയിലെ ആ ഇരട്ട കൊലപാതകം. അതിലെ പ്രതിയായ ചെന്താമരയും ചെന്താമരയുടെ ആ മുഖവും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മറക്കാതെ ഉണ്ടല്ലേ. കേരളത്തിലെ മുഴുവൻ ജനസമൂഹവും കാത്തിരുന്നത് ചെന്താമരയ്ക്ക് എന്ത് വിധി ലഭിക്കും എന്ന് കാത്തായിരുന്നു. അപ്പൊ ഇന്നായിരുന്നു ആ ദിവസം. ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും. പക്ഷെ എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, ഈ ന്യൂസിന്റെയൊക്കെ താഴത്തെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഒരു സന്തോഷവും ഇല്ല. കാരണം ചെന്താമരയും ചെന്താമരയുടെ വക്കീലും അപ്പീൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതിനെയും സുപ്രീം കോടതിനെയൊക്കെ സമീപിക്കാൻ പോകുന്നു എന്നുകൂടെ ആ വാർത്തയിലുണ്ടായിരുന്നു. പാലക്കാട് ജില്ലാ സെഷൻ കോടതിയാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് ഹൈക്കോടതിയിലോട്ട് സുപ്രീം കോടതിയിലോട്ട് പോകുമ്പോൾ ഈ വധശിക്ഷ നടപ്പാവുമോ എന്നുള്ളത് നമുക്ക് പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പും പല വധശിക്ഷകൾ വന്നിട്ടും അത് ജീവപര്യന്തമാക്കി ചുരുക്കി കൊടുത്തിട്ടുള്ള കോടതിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ. അതുകൊണ്ട് തന്നെ ചെന്താമരയുടെ കാര്യത്തിലും അതുണ്ടാവുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ടെൻഷനാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ അത് ആ ഒരാഴ്ച തന്നെ അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു അല്ലേ. അങ്ങനെയായിരുന്നു നമ്മുടെ നിയമമെങ്കിൽ ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കോണേ. പാവം പിടിച്ച 2 പെൺകുട്ടികൾ, അച്ഛനും അമ്മയും മുത്തശ്ശിയും 2 പെൺമക്കളും ചേർന്ന് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം. മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ. ഈ ഒരു കേസില് 2 പെൺകുട്ടികളാണ് അനാഥമായിട്ടുള്ളത്. അവരുടെ അമ്മ സുജിതയെയും അച്ഛനായ സുധാകരനെയും മുത്തശ്ശിയായ ലക്ഷ്മിയെയും ഈ 3 പേരെയും ഒരു മനസാക്ഷിക്കുത്തും തോന്നാതെ വെട്ടിക്കൊന്നു കളഞ്ഞ ഒരു നികൃഷ്ട ജീവിയാണ് ഈ ചെന്താമര എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ മക്കൾക്ക് നല്ല നല്ല പേരുകൾ അച്ഛനമ്മമാരിടും. എന്റെ മകൻ വളർന്ന് വലുതാവുമ്പം ഇങ്ങനെ ഒരു കൊലപാതകയായി തീരുമെന്ന് ഈ ചെന്താമരയുടെ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. അറിയാമായിരുന്നു എങ്കിൽ ഇവനെ ഈ ചെന്താമര എന്ന് പോലുള്ള ഒരു പേര് ഇടത്തില്ലായിരുന്നു. നല്ല 2 മിടുക്കി കുട്ടികള്. അവർക്ക് ബന്ധുക്കളെന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാനായിട്ടോ ഇന്ന് ഈ ഭൂമിയിൽ അവര് 2 പേര് മാത്രമേ ഉള്ളൂ. അവരിപ്പം അവരുടെ സ്വന്തം വീട്ടില് അച്ഛനും അമ്മയും മുത്തശ്ശിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വീട്ടിലല്ല താമസിക്കുന്നത്. അവർക്ക് ആ വീട്ടിൽ നിന്ന് നല്ല ഓർമ്മകളൊന്നും ലഭിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവിടെ താമസിക്കാനായിട്ട് പേടിയായതുകൊണ്ടും, അഥവാ ഇവര് തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ചെന്താമര എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഈ ഗോവിന്ദച്ചാമി പോലും കയ്യും 2 കൈയും ഇല്ലാത്ത ഗോവിന്ദച്ചാമി പോലും ജയിലിൽ ചാടി വന്നു. അപ്പൊ പിന്നെ ചെന്താമര ജയിലിൽ ചാടി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 പെൺമക്കളുടെ അവസ്ഥ എന്താവും? ഉറപ്പായിട്ട് അവൻ പുറംലോകം ഇനി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 പെൺമക്കളെയും കൂടെ ഉറപ്പായിട്ട് അവൻ കൊല്ലും. കാരണം അങ്ങനെ തന്നെയാണ് അവൻ പോലീസുകാരോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ 2 പെൺകുട്ടികളുടെ അമ്മയായ സജിതേനെ ഇവൻ കൊല്ലുവാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെന്താമര സ്നേഹിച്ചൊരു യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു കൊല നടത്തിയത് ഇയാൾ ഒരു മന്ത്രവാദത്തിന്റെ പേരിലാണ്. കാരണം ഇയാള് ഒരു മന്ത്രവാദിയെ പോയി കാണുകയാണ്, അതായത് ഒരു കള്ള പൂജാരിയെ പോയി കാണുകയാണ്. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ആരാണ് കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ എന്നറിയാൻ വേണ്ടി. അന്നേരം ആ പൂജാരി കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞു, നല്ല നീളം തലമുടിയുള്ള ഒരു യുവതിയാണ് ഇതിന് കാരണം എന്ന്. ഇയാൾ എത്ര ആലോചിച്ചിട്ടും ആരെയും അങ്ങോട്ട് മനസ്സിൽ വന്നില്ല. ലാസ്റ്റ് മനസ്സിലോട്ട് വന്നത് തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന സജിതയുടെ മുഖമാണ്. നല്ല നീളം തലമുടിയുണ്ട് സജിതയ്ക്ക്, അപ്പൊ അവള് തന്നെയാണ് എന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ കാരണമെന്ന് അയാൾ അങ്ങ് സ്വയമേ ധരിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷെ ഒരു മന്ത്രവാദിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇവളെ കൊന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറൂ എന്ന് അയാൾക്കൊരു തെറ്റിദ്ധാരണ വരികയും അപ്പൊ ആരുമില്ലാത്ത സമയം നോക്കി സജിതേനെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. 2010 ഈ സംഭവം നടന്നത്. അതിനുശേഷം 5.5 വർഷത്തോളം അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അവിടുത്തെ ജയിലിലെ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇറങ്ങുവാണെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരെയും കൊല്ലുമെന്ന്. എന്നിട്ട് പോലും അയാൾക്ക് പരോൾ അനുവദിക്കുകയും അയാൾ ഇറങ്ങിയിട്ട് മരിച്ച സജിതയുടെ ഭർത്താവായിട്ടുള്ള
സുധാകരനെയും അതുപോലെ തന്നെ അവരുടെ മുത്തശ്ശിയായ ലക്ഷ്മിയെയും കൂടെ കൊന്നുകളയുകയാണ്. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇവരുടെ മുത്തശ്ശീനെ 15ഓളം വെട്ടുകൾ വെട്ടിയാണ് ഈ ചെന്താമര കൊന്നിട്ടുള്ളത്. അതും ഈ സുധാകരനെ വെട്ടിക്കൊല്ലുന്നത് തടസ്സം നിൽക്കാനായിട്ട് ചെന്നതാണ്. ആ സമയത്ത് ആ 2 പെൺമക്കളും അവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം അവരെ കൊന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ അവരെയും കൂടെ കൊന്നേനെ. അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിക്കാണ് ഇന്ന് പാലക്കാട് സെഷൻസ് കോടതി വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ മേൽക്കോടതികളും അതേ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. വധശിക്ഷയ്ക്കൊപ്പം തന്നെ 20 ലക്ഷം രൂപയാണ് പിഴയായിട്ട് അവനിൽ നിന്ന് ഈടാക്കിയത്. ഒരിക്കലും അവൻ അതിനുള്ള ആസ്തിയില്ല, അവനതൊട്ട് കൊടുക്കാനും പോകുന്നില്ല. പിഴയൊക്കെ പോട്ടെ, ഈ ഒരു നിയമം അഥവാ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച തന്നെ നടപ്പിലാക്കുമായിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു അല്ലേ. ഈ കുട്ടികളുടെ അച്ഛനെയും മുത്തശ്ശിയെയും കൊന്ന ശേഷം ഈ പുള്ളി 2 ദിവസം ഒരു മലമുകളിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. 115ഓളോ അത്രയെങ്ങാണ്ട് ആളുകള് ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേര് ഇയാളെ പേടിച്ചിട്ട് പിന്മാറി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് അറിയായിരുന്നു. അപ്പൊ 2 ദിവസത്തിൽ കൂടുതൽ ഇയാൾക്ക് വിശപ്പ് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഉറപ്പായിട്ടും ഫുഡ് തേടി അയാൾ താഴോട്ട് വരുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ പോലീസ് അയാളെ പിടിക്കുകയായിരുന്നു. അയാൾ ഇറങ്ങി വന്നതും പറഞ്ഞത് എനിക്ക് ചിക്കൻ കൂട്ടി ഭക്ഷണം വേണമെന്ന്. അത് കേട്ട പാടെ നമ്മുടെ പോലീസുകാർ പോയി അയാൾക്ക് ഭക്ഷണവും മേടിച്ചു കൊടുത്തു. ഇതൊക്കെ കാണുന്ന ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. സ്വന്തം അച്ഛനെയും അമ്മേനെയും മുത്തശ്ശിയെയും കൊന്നിട്ടും കോടതിയിൽ ഓരോ പ്രാവശ്യവും ഇയാൾ വരുമ്പം അടുത്തത് നിങ്ങളാണ് എന്നുള്ള രീതിയിൽ ആ മക്കളെ നോക്കി ആംഗ്യങ്ങൾ കാണിക്കുന്നു, ഗോഷ്ഠികൾ കാണിക്കുന്നു, കളിയാക്കിയതുപോലെ ചിരിക്കുന്നു. അതുപോലെ തന്നെ അയാൾ തന്നെ പറയാണ് എന്നെ തൂക്കിക്കൊല്ലണം, ഇല്ലെങ്കിൽ ഇനിയും ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരെയും കൊല്ലും. അതായത് ഇനി ഭാര്യയുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, ഈ 2 പെൺമക്കളുണ്ട്, ഇവരെല്ലാവരെയും കൊല്ലും എന്നാണ് പറയുന്നത്. ആ മക്കൾക്ക് ജോലിയും അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച പോലീസുകാർക്കെല്ലാം ഒരുപാട് പ്രശംസകളെല്ലാം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു പിഴ ഇയാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അയാൾ അത് കൊടുക്കാനൊന്നും പോകുന്നില്ല. ഇതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മുടെ കഷായം ഗ്രീഷ്മയുടേത്. നമ്മുടെ ഷാരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മ ഇപ്പോൾ വെളിയിലൂടെ ചുറ്റി നടക്കുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവക്കും കോടതി കൊടുത്തിട്ടുള്ളത് വധശിക്ഷ തന്നെയാണ്. പക്ഷെ അവക്ക് വധശിക്ഷ കിട്ടിയോ? അവൾ ഈ വെളിക്കൂടെ എല്ലാം വലസി നടക്കുകയല്ലേ. ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നിയമത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പുച്ഛവും അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ലാത്തതും. എന്താ പറയാ, ഇതൊന്നും നടക്കാൻ പോകത്തില്ലെന്നേ, അങ്ങനത്തെ ഒരു വിചാരമാണ് നമുക്ക്. അപ്പം ഇനിയെങ്കിലും സുപ്രീം കോടതിയിലോട്ടും ഹൈക്കോടതിയിലോട്ടും ഇത് പോകുന്ന സമയത്ത് ഈ സെയിം വിധി തന്നെ അവിടുന്ന് വരണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.